കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ആരോപണം ഉന്നയിപ്പോൾ, അതായത് പി വി അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിക്കാൻ അനുമതി തേടി, ആ അനുമതി സ്പീക്കർ നൽകി. അദ്ദേഹം പ്രസംഗിച്ചു. അത് ഈ വിഷയം പറയുമ്പോൾ ഞങ്ങളുടെ ബെഞ്ചിലുള്ള പ്രതിപക്ഷ ബെഞ്ചിലും ഭരണപക്ഷത്തും ഉള്ളവർ സത്യത്തിൽ, ഞാൻ വെറുതെ പറയല്ല, ആത്മാർത്ഥമായി പറയാണ്, പരിഹസിച്ച് ചിരിക്കുകയാണ്. അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. ഞാൻ ചോദിച്ചു, എന്ത് ഡോക്യുമെന്റ് അടിസ്ഥാനത്തിലാണ് കർണാടകയിൽ നിന്നും 150 കോടി കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും അത് മടക്കി കർണാടകയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് അൻവറിന്റെ ആരോപണത്തിന്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ സഭ ചേരുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് അടക്കം മറുപടി പറയാൻ പറ്റുന്ന ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്, അല്ലെങ്കിൽ ഒരു ഏറ്റവും അപ്രോപ്രിയേറ്റ് പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ഞാൻ നിയമസഭാ വേദിയെ കണ്ടത്. അതിൻ്റെ അർത്ഥം ഞാനിത് നിയമസഭയിൽ ഉന്നയിക്കാൻ അനുവദിച്ചില്ല എന്നതുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുമെന്നല്ല. ഞാൻ ജനങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്കുള്ള ബോധ്യങ്ങളും ഞാൻ കണ്ടെത്തിയിട്ടുള്ള രേഖകളും തെളിവും സഹിതം പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കാര്യം മുമ്പിൽ വയ്ക്കും. പണി വരുന്നുണ്ടവറാച്ച.